സമസ്തമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച കർത്താവിന്റെ കൃപ, ആരെ നമ്മെ ദൈവരാജ്യത്തിലാക്കി വെച്ച ദൈവകൃപയെ ഓർത്താൽ നാം സന്തോഷത്തോടെ, ഹല്ലേലൂയ, നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് കൊടുക്കുന്ന ശക്തമായൊരു ദൂതാണ്. ഹല്ലേലൂയ. അപ്പം മനുഷ്യ ജീവിതത്തിന്റെ ഇരുട്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യനെ വേദനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. സാധാരണ ഇരുട്ടിനെ ആരും ഇഷ്ടപ്പെടാറില്ല. ഹല്ലേലൂയ. ഇരുട്ട് എന്ന് പറയുന്ന മനുഷ്യനെ ഭയപ്പെടുന്നതാണ്. എല്ലാവരും വെളിച്ചമാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇരുട്ടിനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇരുട്ടിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ വെറും പാപിയാണെന്നങ്ങ് ചിന്തിക്കണം. പാപിയായ മനുഷ്യനും സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നവനും മാത്രമേ ഇരുട്ടിനെ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. ഒരു ദൈവ പൈതലിന്, ഒരു ദൈവഭക്തൻ ഒരിക്കലും ഇരുട്ട് ഇഷ്ടമില്ല. അവരെപ്പോഴും വെളിച്ചത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ വെളിച്ചത്തിൽ വസിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യത്തെയും തേജസ്സിനെയും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നമ്മുടെ പ്രവർത്തന മേഖലയിലേക്കും കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രാർത്ഥനയില്ലെങ്കിൽ എല്ലാ മേഖലയും എന്ത് ചെയ്യും? ഒരു ഇരുളടഞ്ഞ അനുഭവമായിരിക്കും. ഹല്ലേലൂയ. ചില ആളുകളൊക്കെ പറയുന്നില്ല, ജീവിതം മുഴുവൻ ഇരുണ്ട അനുഭവമാണ്, ഇരുണ്ട അവസ്ഥയാണൊക്കെ പറയത്തില്ലേ. എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയില്ലാത്തവന്റെ ജീവിതമാണ്. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം, ദൈവ തേജസ് ആമേൻ നിറഞ്ഞു നിൽക്കും. ഹല്ലേലൂയ. അപ്പം വെളിച്ചത്തിന്റെ ഗാംഭീര്യത്തോടെ ആ മനുഷ്യൻ നടക്കും. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ ഗാംഭീര്യത്തോടെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇരുട്ടിന് വിടിവിക്കപ്പെടണം. ഇരുട്ടിന് വിടിവിക്കപ്പെടണം എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥന സ്തോത്രമായി മാറി അത് ദൈവസന്നിധിയിലേക്ക് എത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കളയുന്ന ഇരുളിന്റെ ആധിപത്യത്തെ ദൈവം നീക്കി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് പലരുടെയും ഇരുളടഞ്ഞ അനുഭവമാണ്. സന്തോഷത്തോടെ ജീവിച്ചു വന്ന എത്രയോ കുടുംബങ്ങൾ ഇരുളിന്റെ ആധിപത്യത്തിലായിപ്പോയി. ജീവിതം ഒറ്റപ്പെട്ടു പോയി, നിരാശപ്പെട്ടു പോയി, സങ്കടത്തിലായിപ്പോയി, വ്യത്യസ്തമായ അനുഭവത്തിലായിപ്പോയി, ഛിന്ന ഭിന്നമായി പോയി അനവധി കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ കുടുംബം തകരാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിനകത്ത് എന്നും വെളിച്ചോദിക്കാൻ വേണ്ടി, നീ ഗാംഭീര്യത്തോടെ വെളിച്ചത്തിൽ നടക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്ന് മാനകുലത്തിന്റെ മുഴുവൻ ജീവിതത്തിന്റെ പാപമാകുന്ന ഇരുള്, പാപത്തെ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ആ കർത്താവിനെ നമ്മൾ സന്തോഷത്തോടെ ആരാധിക്കണം, രക്തം ചെയ്യണം. ഇരുട്ടിന്റെ അധികാരത്തെ നമ്മെ വിടുവിച്ചു നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പം വെളിച്ചമാകുന്ന ദൈവത്തിന് എതിരായ നിലപാടിൽ സാത്താൻ മനുഷ്യവർഗത്തെ ഇരുട്ടിന് അധീനരാക്കി മാറ്റി. ഹല്ലേലൂയ.
ദൈവത്തെ കൂടാതെയും ദൈവത്തിനെതിരായിട്ടും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്ന് നമ്മൾ ലൂക്കോസ് സുവിശേഷം അല്ലെങ്കിൽ 22-ാം അധ്യായം 53-ലും എഫേസ്യ ലേഖനം 6:12 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നിരാശയും അതിക്രമങ്ങളും ഇരുട്ടിന്റെ ഫലങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന്റെ ജീവിതം പറഞ്ഞാൽ വളരെ നിരാശയും സങ്കടവും ദുഃഖങ്ങളുമാണ്. ഹല്ലേലൂയ. അപ്പൊ നിരാശയും ദുഃഖവും, ഹല്ലേലൂയ, അതിക്രമങ്ങൾ ജീവിതത്തിൽ പെരുകുന്നത്, കുടുംബത്തിൽ പെരുകുന്നതെല്ലാം എന്താണ്? ഇരുള് നിങ്ങളെ വ്യാപരിക്കുന്നുണ്ടാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കുട്ടികളെ സംബന്ധിച്ച് പഠിക്കാൻ താല്പര്യമില്ല. പരീക്ഷ വരുമ്പം ഭാരം, പരീക്ഷ എഴുതാൻ പേടി, സന്ധി കഴിഞ്ഞാൽ പേടി. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടി, ജീവിതത്തിൽ എന്തിന് ഭയപ്പെടുകയാ. ഹല്ലേലൂയ. അതെല്ലാം ഇരുട്ടിന്റെ ആധിപത്യമാണ്. നമ്മൾ ചില തലമുറകളെ കണ്ടിട്ടില്ലേ, അവർക്ക് എപ്പോഴും കൂട്ടത്തിൽ ഒരാൾ വേണം. ഈ തലമുറയിൽ തന്നെ മുതിർന്നവരെ നോക്കിയാലും ആമേലെ ചില സമയങ്ങളിൽ അവർക്ക് തന്നെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. അവർക്കെല്ലാത്തിനും കൂട്ട് വേണം. കാരണം എന്താ? ഇരുട്ടിന്റെ ആധിപത്യം, ഇരുട്ടിന്റെ അതിക്രമങ്ങൾ അവരെ വ്യാപരിക്കുന്നത് കൊണ്ട് അവരുടെ ഹൃദയത്തിനകത്ത് ഭയമുണ്ടാകും. പ്രൈസലോ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളിൽ തകർക്കുന്ന ഇരുളിന്റെ അന്ധകാരത്തെ നിങ്ങൾ തുടച്ചു നീക്കണം. പ്രൈസലോ. ആ ഇരുളിന്റെ അന്ധകാരത്തെ തുടച്ചു മാറ്റണമെങ്കിൽ നാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിൽ നാം സന്തോഷിക്കണം. അതിന് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മെ ഈ ലോകസുഖങ്ങളെ മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഈ ലോകസുഖങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പിശാച് കാണിച്ചു തരും. നിങ്ങളുടെ ജഡത്തെ, നിങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് ആശകളും മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രലോഭനങ്ങളും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അതിനകത്ത് വീഴ്ത്തും പിശാച്. ആ പാപം നിങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ആ നിമിഷം തന്നെ നിങ്ങൾ നിരാശരായി മാറും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അക്രമം ഉണ്ടാകും. അക്രമി നിങ്ങളെ ഉപദ്രവിക്കുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അക്രമ സ്വഭാവങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ആദ്യം സന്തോഷത്തെ കാണിച്ചു തന്നിട്ട് പിന്നെ നിങ്ങളെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കളയും. അല്ലേ? അപ്പൊ ഈ ഇരുട്ടിന്റെ ഫലമാണ് നിരാശയും അതിക്രമങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. അല്ലേ? നമ്മെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചു എന്ന് മാത്രമല്ല, രാജ്യവും പുരോഹിതനുമാക്കി വെച്ചു എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിനെ ഇരുട്ടിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും വിടുവിക്കുക മാത്രമല്ല, നമ്മെ രാജ്യവും പുരോഹിതനുമാക്കി വെച്ചു എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് 1 പത്രോസ് 2:9 വായിച്ചാൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി വെച്ചെന്ന. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ കരുണയില്ലാത്തപ്പം, കരുണയുള്ള മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമെന്നൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യഥാർത്ഥ സമാധാന ജീവിതം നയിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പ്രൈസലോ. നിങ്ങൾ ഈ ലോകത്തിലുള്ള മനുഷ്യനെ നോക്കിയിട്ട് ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന, ഹല്ലേലൂയ, വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന, രാജ്യത്തിന്റെ നിയന്ത്രണങ്ങൾ, രാഷ്ട്രങ്ങളുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് ആഡംബര കാറുകളുണ്ട്, വലിയ വലിയ സൗധങ്ങളുണ്ട്. അവർ യാത്ര ചെയ്യും ഇടവും വലും മുമ്പും വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് അവർക്ക്. പക്ഷെ അവർക്ക് സമാധാനമില്ല. ഹല്ലേലൂയ. എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ല. ഹല്ലേലൂയ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സമാധാനമുണ്ടോ? മത നേതാക്കന്മാർക്ക് സമാധാനമുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും സംഘടനകൾക്ക് സമാധാനമുണ്ടോ? അവർക്കൊന്നും സമാധാനമില്ല പ്രിയരെ. അവരെല്ലാം ആ വേഷഭൂഷാദികൾ അണിഞ്ഞ് നടക്കുന്നു എന്നതിൽ കവിഞ്ഞാൽ അവർക്ക് സമാധാനമില്ല. കാരണം അവരുടെ ഉള്ളിൽ ഇരുളി വ്യാപരിച്ചിരിക്കുക. എന്നാൽ ഒരുവൻ യഥാർത്ഥത്തിൽ ഇരുളിനെ വിട്ട് വെളിച്ചത്തിൽ വന്ന് സമാധാനപരമായി ജീവിതം നയിക്കണമെങ്കിൽ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ച കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ
നമ്മളെ അന്ധകാരത്തിൽ പിടിച്ച് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന രാജ്യവും പുരോഹിതനുമാക്കി ദൈവം മാറ്റുന്നു. അതുകൊണ്ടാണ് ഈ ദൈവമക്കൾ എന്ന് പറയുന്ന ദൈവഭക്തന്മാർക്ക് വളരെ സന്തോഷമാണ്. അല്ലേ? ക്രൈസ്തവ സമൂഹം സന്തോഷിക്കുന്നത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അല്ലേ? സ്തോത്രം. പലരും ക്രൈസ്തവരെ നോക്കിയിട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നോക്കിയിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ സന്തോഷം? നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വലിയ ആശ്വാസം? ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് നിങ്ങൾക്ക് യാതൊരു കുലുക്കവും ഇല്ലല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. മുമ്പ് ഞങ്ങൾ ഇരുളായിരുന്നു, ഇരുളിന്റെ പ്രവർത്തികളായിരുന്നു. ഇരുൾ മുഖാന്തരം നിരാശയും അക്രമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പെരുകി. ഞങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥതയില്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ അരാജകത്വത്തിലായിരുന്നു. എന്നാൽ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ആനന്ദിക്കുന്നു എന്ന് പറയാൻ കഴിയും. അല്ലേ? അതാണ് പ്രിയ സ്നേഹിത, നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം കർത്താവ് നിങ്ങൾക്ക് തരും. അല്ലേ? അപ്പൊ നിങ്ങൾ അല്ലേ സ്തോത്രം ദൈവത്തിലേക്ക് വരുമ്പോൾ, വെളിച്ചത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, അല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ അറിവും കഴിവും ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും വിവേചനവും ആത്മഫലങ്ങളും വരങ്ങളും കർത്താവ് നിറച്ച് ഇരുളിന്റെ അന്ധകാരത്തിൽ ദൈവം നിങ്ങളെ മാറ്റി, അല്ലെങ്കിൽ ആത്മീയ അന്ധകാരത്തിൽ നിങ്ങളെ മാറ്റി ആത്മീയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. പ്രൈസ്. അപ്പൊ നിങ്ങൾ ആത്മീയ വെളിച്ചത്തിൽ ജീവിക്കാനാണ് ഒരുങ്ങേണ്ടത്. സ്തോത്രം. എത്ര കാലങ്ങളായി നിങ്ങൾ ഈ കുടുംബത്തിനകത്ത് ഈ കഷ്ടത അനുഭവിക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ ചോദിക്കട്ടെ, നീ എത്ര കാലമായി വേദനിക്കുന്നു? എത്ര കാലമായി നീ സങ്കടപ്പെടുന്നു? അല്ലേ? നിന്റെ ഭർത്താവിനെ ഓർത്ത് നീ എത്ര കാലമായി നീ കരയാൻ തുടങ്ങി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? അല്ലേ? നിന്റെ ഭാര്യയോടത്ത് നീ എത്ര കാലമായി നീ കണ്ണുനീരോടെ കരയുന്നു? ഒന്നെങ്കിൽ വ്യാധി, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അക്രമം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യാധികൾ പെരുകുന്നു. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വീശണമെങ്കിൽ, ആത്മീയ അന്ധകാരത്തിൽ നിന്ന് ആത്മീയ വെളിച്ചത്തിലേക്ക് നിനക്ക് വരണമെങ്കിൽ, ഏതോ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിലേക്ക് വരണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അല്ലേ? അതിനപ്പുറത്ത് വേറൊരു വഴിയുമില്ല, സത്യവുമില്ല, ജീവനുമില്ല. യേശു മാത്രമാണ് വഴിയും സത്യവും ജീവനും. ആ വഴിയും സത്യമായിരിക്കുന്ന യേശുവിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആത്മീയ അന്ധകാരത്തെ നീക്കിയിട്ട് നിങ്ങളെ ആത്മീയ വെളിച്ചത്തിലേക്ക് ദൈവം നടത്താൻ തുടങ്ങും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പോൾ നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഇരുളുകൾ മുഴുവൻ മാറി സാത്താൻ നിന്റെ കുടുംബത്തെ വിട്ടുപോകും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എത്ര കാലമായിട്ടും നിനക്ക് യേശുവിനെ മനസ്സിലാക്കാൻ, യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നീ പാപത്തിൽ വസിക്കുന്നവനാ. കഴിഞ്ഞ 2024 വർഷമായിട്ട് മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, സ്വർഗാരോഹണം ചെയ്ത കർത്താവ്, പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥണയ്ക്കുന്നവൻ, തന്റെ വിശുദ്ധ മണവാട്ടി സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്ന യേശുവിനെ കുറിച്ച് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പുരോഹിത വർഗം, ദൈവത്തിന്റെ ശിഷ്യന്മാർ, ദൈവദാസിദാസന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിളിച്ചു പറഞ്ഞിട്ടും, നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പറഞ്ഞിട്ടും, നിങ്ങളെ വ്യക്തിപരമായി തെരഞ്ഞു പിടിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടും അത് കേൾക്കുവാൻ നീ കാതു കൊടുക്കാതെ, ഹൃദയം കൊടുക്കാതെ ഇന്നും വചനത്തെ തിരസ്കരിച്ച് വചനത്തോട് മറുതലിച്ച് ജീവിക്കുന്നെങ്കിൽ നീ ആത്മീയ അന്ധകാരത്തിൽ തന്നെയാ. അല്ലേ? അത് നിന്നെ തകർക്കും. നിന്റെ കുടുംബത്തെ നിന്റെ തലമുറകളെ തകർക്കും. മഹാരോഗിയാക്കി മാറ്റും നിന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആത്മീയ അധികാരത്തിൽ നിന്നും ആത്മീയ വെളിച്ചത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇരുളും വെളിച്ചവും അഥവാ സാത്താനും ദൈവവും തമ്മിലുള്ള അകലം, ഹല്ലേലൂയ, നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഇരുട്ടിന്റെ അവകാശത്തിൽ നിന്നും വെളിച്ചത്തിന്റെ അവകാശത്തിലേക്ക് നാം മാറി, ഹല്ലേലൂയ, നാം കർത്താവിനെ അനുഗമിക്കണം. അതുകൊണ്ടാണ് നാം മുമ്പ് ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമായി. ഹല്ലേലൂയ. മുമ്പേ നാം അടിമകളായിരുന്നു, ഇപ്പോൾ നാം പുത്രന്മാരായിരുന്നു. ഹല്ലേലൂയ. മുമ്പ് നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ നമ്മൾ ആരായി? വെളിച്ചമായി.
മുമ്പ് നമ്മൾ അടിമകളായിരുന്നു, അല്ലേ, ഇരുളിന്റെ അടിമകൾ. ഇപ്പോൾ നമ്മൾ കർത്താവിന്റെ മക്കളായി. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേലൂയ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയെന്ന് യേശു ക്രിസ്തു, അല്ലേലൂയ, സഹോദരൻ, എബ്രായർ ലേഖനം 2:14 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ, അല്ലേറിയ, കർത്താവ് വിടുവിച്ചെന്ന്. അല്ലേറിയ. അതാണ് ദൈവത്തിന് പറയുന്നത്. ജഡരക്തങ്ങളോട് കൂടിയ ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ സൃഷ്ടി സഹജമായ ആശയത്തെയും ബലഹീനതയെയും ചൂണ്ടിക്കാണിക്കുന്നതിന് ജഡം എന്ന പദം തിരുവെഴുത്തിൽ ഉപയോഗിച്ചു. അല്ലേലൂയ. മനുഷ്യപ്രകൃതിയെ ദൈവപ്രകൃതിയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാനാണ് ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. മരണത്തിന് വിധേയമായ മനുഷ്യപ്രകൃതി, അല്ലേലൂയ, എന്നാണ് ആ വാക്കിന്റെ സാരം, അർത്ഥം തന്നെ. അല്ലേലൂയ. ജനനം മുഖാന്തരം, അല്ലേലൂയ, ജഡവും രക്തവും ധരിക്കുന്നു. അല്ലേലൂയ. നമ്മുടെ ജനനം മുഖാന്തരം എന്ത് ചെയ്യുന്നു? നാം ജഡവും രക്തവും, അല്ലേലൂയ, ധരിക്കുന്നു. ദൈവപുത്രൻ മനുഷ്യാവതാരം വഴി ജഡരക്തങ്ങളിൽ പങ്കുള്ളത് കൊണ്ട് ജഡരക്തങ്ങളോട് കൂടിയനായി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം ധരിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യ ജീവിതത്തെ അതിന്റെ എല്ലാ പോരാട്ടങ്ങളോടും കൂടെ പാപം ഒഴികെ സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്റെ ചരിത്രം ഞാനൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അല്ലേലൂയ. അതേ പ്രിയ സ്നേഹിത, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ജഡരൂപം എടുത്തത്, നമ്മെപ്പോലെ ജഡം ധരിച്ചത്, അല്ലേലൂയ, ആ ജഡത്തിൽ വസിച്ച കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ തന്നെ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപങ്ങളെ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ ജഡത്തിൽ ഏറ്റെടുത്തു. ഹല്ലേലൂയ. യേശു തന്റെ ജഡത്തിൽ നമ്മുടെ പാപങ്ങളെ, ശാപങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഓരോ രാജ്യങ്ങളും സ്വാതന്ത്ര്യം അനുഭവിക്കാറുണ്ട്, സ്വാതന്ത്ര്യം കൊണ്ടാടാറുണ്ട്. ഓരോ മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. പക്ഷേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാം കടന്നു പോകുന്ന ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമയായിരിക്കുന്ന, പാപജീവിതത്തിലായിരിക്കുന്ന, നിരാശയും ദുഃഖവും അതിക്രമങ്ങൾ കൊണ്ട് ജീവിതം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ആ അനുഭവത്തിൽ നാം വിടുവിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥമായി നാം സ്വതന്ത്രമായി മാറുന്നത്. ഹല്ലേലൂയ. ലോകപരമായ സ്വാതന്ത്ര്യങ്ങൾക്ക് ജനം ആഘോഷിക്കാറുണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആത്മീയ സ്വാതന്ത്ര്യം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? രക്തം ചെയ്യും. ഈ പാപത്തിന് അധീനമായി ശരീരത്തിൽ നീ വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതം ഇരുളുകൊണ്ട് മൂടിക്കിടക്കുമ്പോൾ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് ആവശ്യം എന്ന് പറയുന്നത് ആത്മീയ സ്വാതന്ത്ര്യമാണ്. നിന്റെ ആത്മീയ അന്ധകാരത്തെ നീക്കിയിട്ട് ആത്മീയ വെളിച്ചത്തിലേക്ക് നീ വരുമ്പോഴാണ് നീ സ്വതന്ത്രമായി മാറുന്നത്. അല്ലേലൂയ. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയത്, യോഹന്നാനൊക്കെ രേഖപ്പെടുത്തത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ സത്യം എന്ന് പറഞ്ഞ യേശു. ഹല്ലേലൂയ. അപ്പൊ സത്യ ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയുമ്പോൾ, ഹല്ലേലൂയ, ആ സത്യം നിങ്ങളെ, സത്യദൈവമായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ സ്വതന്ത്രമായി മാറും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയ യേശു ക്രിസ്തു എന്ന് രേഖപ്പെടുത്താൻ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് തീർച്ചയായും മറുപടി നൽകുന്നവനാണ് ദൈവം. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് തീർച്ചയായിട്ടും മറുപടി നൽകുന്ന ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നാം കഴിക്കുന്ന പ്രാർത്ഥന, നാം കഴിക്കുന്ന ആരാധന, നാം പറയുന്ന സ്തുതി സ്തോത്രങ്ങൾ, നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന യാഗങ്ങൾ, വഴിപാടുകളെ യഥാർത്ഥമായി കാണാൻ കഴിയുന്നവൻ, കണ്ണുകൊണ്ട് കാണുവാനും ചെവി കൊണ്ട് കേൾക്കുവാനും, ഹല്ലേലൂയ, കരങ്ങൾ കൊണ്ട് സ്പർശിപ്പാനും കഴിയുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. രക്തജയം.
അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരോടായിരിക്കണം? ജീവനുള്ള ദൈവത്തോടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സകല കണ്ണുനീരും കാണുന്നവൻ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ, അല്ലേ? നിങ്ങളുടെ വേദനകളെ നീക്കിക്കളയുന്നവൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നവൻ, നിങ്ങളുടെ രോഗങ്ങളെ നീക്കുന്നവൻ, നിന്നെ വ്യാധിയിൽ നിന്ന് വിടുവിക്കുന്നവൻ, നിനക്ക് സ്വസ്ഥത നൽകുന്നവൻ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ, നിന്റെ ആരാധന കാണുന്നവൻ, നീ അർപ്പിക്കുന്ന സ്തുതിസ്തോത്രങ്ങൾ കാണുന്നവൻ, അല്ലേലൂയ. അതെല്ലാം ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മാത്രമാണ്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഞങ്ങൾക്കിത് വിളിച്ചു പറയാൻ കഴിയും. കാരണം മുമ്പ് ഞങ്ങളൊക്കെ ഇരുളായിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു, നിരാശയും ദുഃഖവും അതിക്രമം കൊണ്ട് ഞങ്ങൾ നിറയപ്പെട്ടവരായിരുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ തലമുറയ്ക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സമാധാനമില്ലായിരുന്നു. എന്നാൽ മരണത്തിന്റെ അധികാരിയായിരിക്കുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന്, അഥവാ ഇരുട്ടിന്റെ അധികാരത്തെ ഞങ്ങളെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ച് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് പുത്രനായി മാറിക്കഴിഞ്ഞപ്പോൾ, ലേലിയ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷമാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നീ ഏതെങ്കിലും വിധത്തിൽ ദുഃഖത്തിന്റെ കരുതലിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിന്റെ ആ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ കരുതലിനെ മാറ്റിയിട്ട് വെളിച്ചം വീശുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ചിലരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്ന തോത് നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വീശുവാൻ യേശു ആഗ്രഹിക്കുന്നു. അല്ലേ? ജീവനുള്ള ദൈവം നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ള ദൈവം നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലേരകൾക്ക് മാതാവേ, പിതാവേ, നിന്റെ ഹൃദയം നീ യേശുവിന് വിട്ടുകൊടുക്കുമോ? നിന്റെ ജീവിതത്തെ നീ യേശുവിന് വിട്ടുകൊടുക്കുവോ? നിന്റെ ഭവനത്തെ നീ യേശുവിന് സമർപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ നിന്റെ ജീവിതത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ സംഘർഷഭരിതമായ അനുഭവത്തിൽ ദൈവം നിന്നെ വിടുവിച്ച്, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിനൊരു സ്വാതന്ത്ര്യം തരും, നിന്റെ ഹൃദയത്തിനൊരു വെളിച്ചം പകരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിക്കുമ്പോൾ, യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, അവിടെ ആദ്യം സംഭവിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇരുള് മാറുകയാണ്. അല്ലേ? ഇരുണ്ട് കറുത്ത് കാർമേഘം പോലെ മൂടിക്കിടന്ന നിങ്ങളുടെ മുഖരൂപങ്ങൾ, മുഖസ്വഭാവങ്ങൾ, നിങ്ങളുടെ മുഖത്ത് പ്രകടമായിക്കൊണ്ടിരുന്ന കോപവും ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറയാമോ? അല്ലേരിയ, നിങ്ങളുടെ മുഖത്ത് വെളിച്ചം വരും. അല്ലേരിയ. ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? കാർമേഘം ഉരുണ്ടുകൂടി വരുന്നത് പോലെ അവരുടെ മുഖം ഇരിക്കുന്നത്. അല്ലേരിയ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ മുഖം ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. കാർമേഘ പടലങ്ങൾ ഉരുണ്ടുകൂടി ഇപ്പോൾ മഴ പെയ്യും എന്നൊക്കെ നമുക്ക് വെളിപ്പെടുന്ന രീതി നമ്മൾ ചിലപ്പം പ്രകൃതിയെ കാണാറുണ്ട്, ആകാശമണ്ഡലം കാണാം എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥ. ആ അനുഭവത്തിൽ നിന്ന് യേശു നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നത്, ആത്മീയ അന്ധത നിറഞ്ഞ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ആത്മീയ വെളിച്ചത്തിലേക്ക് യേശു നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുക. എന്നെ കേൾക്കുന്ന സഹോദര പിതാവ് നിന്റെ ഹൃദയം യേശുവിനോട് കൊടുക്കുക. യുവതി യുവാക്കന്മാരോട് പറയട്ടെ, യൗവനക്കാരോട് പറയട്ടെ, നീ യേശുവിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. നിന്റെ കുടുംബം എത്ര ഐശ്വര്യമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, വെളിപ്പാട് പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 18-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ കർത്താവ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പറയുക. അപ്പൊ നമ്മൾ കർത്താവിന് എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമ്മുടെ കർത്താവിന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ശക്തിയുള്ള ബലമുള്ള ദൈവദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും മടക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ ദൈവത്തിൽ മുട്ടുമടക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിൽ ദൈവദൂതന്മാർ നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഇറങ്ങി വരും. രക്തം ചെയ്യാം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ ബലപ്പെടുത്താൻ വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ബലം വേകാൻ, ബലം തരാൻ, ശക്തി പകരുവാൻ, ഹല്ലേലൂയ, ശക്തിയുള്ള ദൈവദൂതന്മാരെ നിന്റെ മധ്യത്തിലേക്ക് ദൈവം അയക്കും. രക്തം ചെയ്യും. അപ്പം ദൈവദൂതന്മാർ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറും, നിങ്ങളുടെ ഭയം മാറിപ്പോകും. ഹല്ലേലൂയ, രക്തം ചെയ്യും. എന്റെ നമ്മുടെ സ്നേഹിത,
യേശു നിന്നെ സ്നേഹിക്കുന്നു കേട്ടോ. നാളുകളായി നീ സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുകയല്ലേ? നാളുകളായി നീ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടി നടക്കുകയല്ലേ? ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നീ ഏതെല്ലാം വഴിയിലൂടെ യാത്ര ചെയ്തു, ഏതെല്ലാം വഴിയിലൂടെ നീ പോയി, എവിടെയെല്ലാം നീ സഞ്ചരിച്ചു, ഏതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നീ പോയി, എവിടെയെല്ലാം നീ മലകൾ കയറിയിറങ്ങി. നിനക്കൊരു സമാധാനം കിട്ടിയോ? അല്ലേലിയ. നിങ്ങൾ തീർത്ഥാടനം നടത്തിയത് കൊണ്ടോ, മലകൾ കയറിയിറങ്ങിയത് കൊണ്ടോ, പുണ്യപ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ നിനക്ക് സമാധാനം കിട്ടത്തില്ല. അല്ലേലി. നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തു എന്ന് പറയുന്ന സത്യം, ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, അണ്ടകടാകത്തിന്റെ ഉടയവൻ, അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്നവൻ, സർവജ്ഞാനി, പുതിയ നിയമ വിശ്വാസത്തിന്റെ വീണ്ടെടുപ്പുകാരൻ, പുതിയ നിയമ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അല്ലേലിയ. പാപിയുടെ രക്ഷകൻ, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവൻ, അതെ യേശുക്രിസ്തു. ആ സ്നേഹത്തിന് മുമ്പിലേക്ക് നിന്നെ ഒന്ന് താഴ്ത്തിക്കൊടുക്കുന്നെങ്കിൽ, ഒരു നിമിഷം നിന്നെ ഒന്ന് താഴ്ത്തിക്കൊടുത്താൽ, ആ ഒറ്റ നിമിഷം അത് നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറാൻ. പ്രൈസ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മന്ത്രവാദികളെ കുറിച്ചോ ആഭിചാര പ്രവൃത്തികളെ കുറിച്ചോ കലങ്ങുകയില്ല. കാരണം പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുക. ഹല്ലേലൂയ. അത് തന്നെ എന്നാ പറയുക, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും മന്ത്രവാദികളെയും ആഭിചാരന്മാരെയും ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയും കണ്ട് ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. കാരണം പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാണ് ദൈവം വന്നതെന്ന് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. അവിടെ എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നു? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. എന്നാ ഒന്നുകൂടെ നിങ്ങൾ വായിച്ച്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകും. മദ്യം കുടിക്കുന്നവൻ പിശാചിന്റെ മകനാ. മദ്യം വിൽക്കുന്നവൻ പിശാചിന്റെ മകനാ. കഞ്ചാവും ചരസും ബ്രൗൺഷുഗറും ഹാഷിഷും ഹെറോയിനും ഇവിടുത്തെ MDMAയും അതുപോലെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നവൻ പാപം ചെയ്യുന്നു. അത് വാങ്ങി ഉപയോഗിക്കുന്നവൻ പാപം ചെയ്യുന്നു. അവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൻ പിശാചിന്റെ മകനെന്ന്. കൈക്കൂലിയും അക്രമവും അഴിമതിയും കരിച്ചന്തയും പുകഴ്ത്തിവെപ്പും പിടിച്ചുപറിയും മോഷണവും വ്യഭിചാരവും പരസംഗവും വിഗ്രഹവും ആരാധനയും. ഹല്ലേലൂയ. തല്ലും വെട്ടും കുത്തും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്നവരും പ്രസംഗം സൃഷ്ടിക്കുന്നവരും പാരപണിയുന്നവരും നുണ പറയുന്നവനും വിരക്കൂത്ത് പറയുന്നതിനും ചതിയനും വഞ്ചകനും കുലപാതകനും സകല ദുരാഗ്രഹി ദിവ്യാഗ്രഹിയും ഒക്കെ അല്ലേ പാപം ചെയ്യുന്നു. അവരെ കുറിച്ച് വേദപുസ്തകം പറയുന്ന അവൻ പിശാചിന്റെ മകനെന്നാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചു. 1 യോഹന്നാന്റെ ലേഖനം 3-ന്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം 3:8 വായിച്ചു. എന്താണ്? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ മകനായിരുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. എന്നിട്ട് പറയാണ്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അല്ലേ? ഈ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകളെ വിട്ടിഞ്ഞ് ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അല്ലേല് തന്നെ തണിച്ച് ക്രൂശിലെ മണത്തോളം യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്നതും ഈ ഭൂമിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ തന്നതും രക്തം തന്നതും എന്താണ്? പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാനാണ്. അല്ലേ? അപ്പം വചനം പറയാൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവന് പാപം ചെയ്യുവാൻ കഴിയില്ല. അപ്പം ദൈവത്തിന് ജനിച്ചവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ദൈവിക വചനം വിത്ത് അവന്റെ ഉള്ളിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിൽ ജനിക്കണം കേട്ടോ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. മാനസാന്തരപ്പെട്ടവന്റെ കാര്യം പറയുന്നത്. അപ്പൊ നിങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചു ആ വ്യക്തി പാപം ചെയ്യുന്നുള്ളൂ, ആ വ്യക്തി പാപം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ വീണ്ടും ജന്മമില്ലാത്തവൻ പാപം ചെയ്യും. ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കാത്തവൻ ദൈവത്തിന് ജനിക്കാത്തവനൊക്കെ പാപം ചെയ്യും. കാരണം ദൈവവചനമാകുന്ന വിത്ത് അവന്റെ ഉള്ളിലില്ല. ഹല്ലേലൂയ. ഉടനെ കേൾക്കണം മാതാവി, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പം യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാന്റെ ലേഖനം 4-ാം വാക്യമൊക്കെ വായിച്ചാലും
അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, അവരെ ജയിച്ചുവിരിക്കുന്നു. നിങ്ങളിലുള്ള ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അല്ലേലൂയ. അപ്പം യോഹന്നാൻ പറയുക, കുഞ്ഞുങ്ങളിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അല്ലേലൂയ. അവരെ ജയിച്ചുവിരിക്കുന്ന ആരെ? പാതാള ഗോപുരങ്ങളെ, സാത്താന്യ ശക്തികളെ, പാപത്തെ, അല്ലെ ഇവിടുത്തെ ഇരുളിനെ ജയിച്ചു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ളവനാരാ? സാത്താന. ഈ ലോകത്തിലുള്ളവൻ എന്ന് പറഞ്ഞ പിശാച. അവനേക്കാൾ വലിയവനായ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിലൂടെ ഈ കാലഘട്ടത്തിലെ ജനത്തോട് അടിച്ചുക. പ്രൈസറോ. എന്നെ കേൾക്കുന്ന മാതാപിതാ, വചനം നീ ഏറ്റെടുക്ക. വചനം ഏറ്റെടുത്ത് നീ ഒരു ദൈവ പൈതലായി ജീവിക്കുക, ഒരു ദൈവത്തിന്റെ മകനായി ജീവിക്കുക. നിന്റെ സകല ആകുലതകളും നിരാശകളും, നിന്റെ മാനസികമായ സംഘർഷങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട്, നിന്റെ തലമുറയുടെ ഇരുട്ട്, നിന്നെ വ്യാപരിക്കുന്ന സകല വ്യാധികളും അരാജകത്വങ്ങളും അഗോചരങ്ങളുമായ എല്ലാ പ്രതിസന്ധികളിൽ ദൈവം നിന്നെ വിടുവിച്ച് നിന്നെ സ്നേഹസ്വരൂപനായ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി വെച്ച് ആ ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിൽ പകരും. ഹല്ലേലൂയ. ഇവിടെ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്നൊക്കെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഇടറിപ്പോകരുത്, ഞാൻ നിങ്ങളെ അനാഥനായി വിടത്തില്ല, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ തനിച്ച് വിടത്തില്ല. ഇതൊക്കെ നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തങ്ങളാണ്. പ്രിയ സ്നേഹിത, ഹല്ലേലൂയ. നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊടുക്ക. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾ ചിന്തിക്കുക, ഒരു മത നേതാവല്ല, ഒരു മത പുരോഹിതനല്ല, ഒരു മതത്തെ സൃഷ്ടിച്ചവനല്ല, ഒരു ജാതിയുടെ ആളല്ല. ഹല്ലേലൂയ. യേശു സകലരുടെയും ദൈവമാണ്. ഹല്ലേലൂയ. സകലരുടെയും ദൈവം. ഹല്ലേലൂയ. കർത്താവ് പറയാം, നീ എന്റെ അരികിലേക്ക് വന്നാൽ, നീ എന്റെ അരികിലേക്ക് വന്നാൽ, ഇന്ന് എന്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് വിട്ടു തന്നാൽ, നിന്റെ സകല ഇരുളിന്റെ ആധിപത്യം നിന്നിൽ നിന്ന് മാറ്റി വെളിച്ചമായി ഞാൻ നിന്റെ ഉള്ളിലേക്ക് വരും. പ്രൈസറോ. അപ്പൊ യേശു പറയാൻ, വെളിച്ചമായി ഞാൻ നിന്റെ ഉള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദരൻ, വെളിച്ചമായി യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന യുവതി ഭക്തന്മാരോട്, വെളിച്ചമായി യേശു നിന്റെ ഉള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. വെളിച്ചമായിട്ട് യേശു നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. വെളിച്ചമായി യേശു നിന്റെ ഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ആ വെളിച്ചം നിന്റെ കുടുംബത്തിൽ നിറയ്ക്കാൻ യേശു ആഗ്രഹിക്കുന്നു. അങ്ങനെ വെളിച്ചമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ, ഇരുൾ മാറിപ്പോകും. പ്രൈസറോ. നിങ്ങൾ നിങ്ങളുടെ ഇരുളടഞ്ഞ മുറിക്കകത്ത് ലൈറ്റ് ഇടുമ്പോൾ ആ ലൈറ്റിന് വെട്ടം മുഖാന്തരം മുറിക്കകത്ത് ഇരുള് മാറിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുളിനെ മാറ്റിത്തരാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നത്, നാളുകളായി നീ വിതുമ്പുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ എന്ത് ചെയ്താലും നഷ്ടങ്ങൾ, ഒന്നിലും വിജയിക്കാൻ പറ്റുന്നില്ല, അതിനെ നീക്കിയിട്ട് നിനക്ക് നന്മ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചിലരൊക്കെ പറഞ്ഞു, എന്തു ചെയ്താലും നഷ്ടമാണ് മനസ്സിലെ, എന്ത് തൊട്ടാലും നഷ്ടമാണ്, കടക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, കടക്കിണിയ, കടക്കാരെ മുഖാന്തരം മുറ്റത്തിറങ്ങാൻ പറ്റില്ല, പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയരുത്. ചില പറയേ, എത്ര ചുറ്റിയിട്ടും പ്രയോജനമില്ല, എല്ലാം ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലാന്ന് പറയും. ചിലർ പറയും, എന്നും രോഗിയാ, എന്നും രോഗമാ, എന്നും ആശുപത്രിയില്ല, ആശുപത്രി ഇറങ്ങാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാപിതാവി, അതിൽ നിനക്കൊരു മോചനം വേണ്ടേ? നീ അധ്വാനിക്കുന്ന മുഴുവൻ ഇന്ന് ഓട്ടസഞ്ചിയിലിടുകയാണെങ്കിൽ, നീ ചെയ്യുന്നതെല്ലാം നഷ്ടമാണെങ്കിൽ, നിനക്ക് വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നീ അധ്വാനിക്കുന്ന പണം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെലവഴിക്കുകയാണെങ്കിൽ, അതിൽ നിനക്കൊരു മോചനം തരുവാൻ യേശു ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഹല്ലേലൂയ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ വേണ്ടി ദൈവം നിന്നെ ഒരുക്കുവാൻ പോവുകയാണ്. നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ രക്തം ചെയ്യും. പ്രൈസറോ. ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്. ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. ഈ ലോകത്തിൽ ഒന്നും കണ്ടുകൊണ്ട് നീ ആമേൻ അഹങ്കരിക്കരുത്. ഹല്ലേലൂയ. നീ കർത്താവായ യേശു ക്രിസ്തുവിൽ സന്തോഷിക്കണം. രക്തം ചെയ്യും.
അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ആളുകളെ കണ്ട് ഈ ആഭിചാര മന്ത്രവാദ ശക്തികളൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 23 രേഖപ്പെടുത്തി വെച്ചത്, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ഇസ്രായേൽ ഭരിക്കുകയുമില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കയില്ല എന്ന് വചനം പറയുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 വായിക്കുന്നുണ്ട്. അവിടൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ വാക്യങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളതുമാണ്. രക്തം ചെയ്യും പ്രൈസോ. ജീവിതം ക്രിസ്തുവിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. സമാധാനത്തോടെ നീ ജീവിക്കുന്നത് കാണുവാൻ യേശു ആഗ്രഹിക്കുക. സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ യേശു ആഗ്രഹിക്കുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളെ വചനം പറഞ്ഞ് പഠിപ്പിക്കും. നിങ്ങളുടെ മക്കളെ വചനത്തിൽ വളർത്തുന്നത്, അവളോട് ദൈവവചനം പറഞ്ഞ അനുസരണത്തിൽ വളർത്തുന്നതൊക്കെ ഇവിടെ കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജനിച്ച 6 മാസമായ കുഞ്ഞിന്റെ കയ്യിലേക്ക് നീ മൊബൈൽ എടുത്തു കൊടുത്ത് അതിനകത്തെ മ്ലേച്ഛതയെ കണ്ടുപിടിപ്പിക്കാൻ ഇട കൊടുക്കാതെ നിന്റെ കുഞ്ഞിനെ നീ ദൈവവചനത്തിൽ പഠിപ്പിക്കുക, ദൈവവചനത്തിൽ വളർത്തിയെടുക്കുക. ഇന്നത്തെ തലമുറ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. കുഞ്ഞ് ജനിച്ച 6 മാസം കഴിഞ്ഞാൽ ഉടൻ അതിനെന്തെങ്കിലും ആഹാരം കൊണ്ട് കൊടുത്തു തുടങ്ങുമ്പോൾ വീട്ടിലെ തള്ളമാരും തന്തമാരും ഒക്കെ ചെയ്യുന്ന തള്ളമാരാണ് യഥാർത്ഥത്തിൽ അത്. എവിടെങ്കിലും ഒരു മൊബൈൽ എടുത്തു കൊണ്ടുവന്ന് ആ കൊച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കും. അതിനെന്ത് വല്ലതും അറിയാവോ? അതിനകത്ത് കിടക്കുന്നത് പലതും കണ്ടിട്ട് ജീവിക്കാൻ വളരാൻ തുടങ്ങും. അപ്പൊ ചെറു പ്രായത്തിൽ തന്നെ എന്റെ ഹൃദയത്തിനകത്ത് ഇരുളിനെ കെട്ടിക്കൊടുക്കുക. നിന്റെ കുഞ്ഞിനെ നീ നന്നായി വളർത്തണം. അച്ചടക്കത്തിൽ, അനുസരണത്തിൽ, ദൈവഭയത്തിൽ വളർത്തിയെടുക്കണം. ലോകത്തിന്റെ മ്ലേച്ഛത നിറഞ്ഞ, ലോകത്തിന്റെ ജഡികത നിറഞ്ഞ, ഇരുള് നിറഞ്ഞ മൊബൈൽ നിന്റെ കുട്ടിയുടെ കരകളിൽ കൊടുത്ത് അത് വളർന്നു വരുമ്പോൾ അതിന്റെ ഇരുളിലേക്ക് നീ തന്നെയാണ് തള്ളിവിടുന്നത്. എന്നിട്ട് അടുത്ത വീട്ടിലെ കുട്ടിയെ നീ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഞാനീ പറഞ്ഞേ. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞ്, നിങ്ങളുടെ കുട്ടി ഭാഗത്ത് വീണ് കഴിയുമ്പോൾ നിങ്ങളോട് അത് അടുത്ത വീട്ടിലെ ആ ചേട്ടന്റെ ചേച്ചിയുടെ മകളും മുഖാന്തരം എന്റെ കുഞ്ഞിങ്ങനെ ആയേ. ഇത് നാണമുണ്ടോ സഹോദരങ്ങളെ എങ്ങനെ പറയാൻ? രക്തം ചെയ്യും. ഹല്ലേലൂയ. നീ നിന്റെ കുടുംബത്തിന്റെ തലമുറ നശിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ കുഴപ്പം കണ്ട നീ കാണിക്കുന്നത് നിന്റെ കുട്ടി കണ്ട് പഠിക്കുന്നത്. അവരെ നേരായ പാതയിൽ പത്യോപദേശത്തിൽ വളർത്തിയെടുക്കണം. അവരെ നേരായ രീതിയിൽ സത്യത്തിൽ വളർത്തിയെടുക്കണം. അല്ലേരിയ. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ അവരെ നേരായ പാതയിലൂടെ വളർത്തിയെടുക്കുവാൻ അവരുടെ ബാല്യം മുതൽ അവരെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കണം. ഈശ്വരോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ, കർത്താവ് നിങ്ങൾക്ക് ശത്രുമേൽ ജയം തരുന്നു, ശത്രുമേൽ വാഗ്ദത്തം തരുന്നു. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞ് പിശാചുകളെ തുരത്തി ഓടിക്കാനുള്ള അധികാരമാണ് മാർക്കോസ് സുവിശേഷം 16:17 വായിക്കുന്നത്. വിശ്വസിക്കുന്ന ഒരാൾ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ലെന്നൊക്കെ കർത്താവ് ശിഷ്യന്മാർക്ക് അന്ത്യകൽപ്പന കൊടുക്കുന്നത് കാണാൻ കഴിയും. പ്രൈസറോ. നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനം നിന്നെ നേരായ പാതിരിവിടെ നടത്തും. ഹല്ലേലൂയ. അപ്പം വെള്ളി സ്തോത്രം. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചുവെന്ന് വെളിപ്പാട് പുസ്തകം 12:15 വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജയം വരിച്ച വിശുദ്ധന്മാരായി നിങ്ങൾ ശോഭിക്കുവാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയിട്ടിരിക്കണം. ലോകത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, സാത്താനെ ജയിച്ച്, മരണത്തിന്റെ അധികാരിയായി പിശാചിനെ ജയിച്ച് നിങ്ങൾ എപ്പോഴും വിശുദ്ധന്മാരായി ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയോട് കൂടെ ഉപവാസത്തെ ചേർക്കണം. ചിലപ്പോൾ പിശാചുകളെ തുരത്തി ഓടിക്കാൻ നിങ്ങൾക്ക് കഴിയും. ചിലപ്പോൾ നിങ്ങൾ തകർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ചില പിശാചുകൾ, ചില മന്ത്രവാദ കെട്ടുകൾ, ചില മുറിയണമെങ്കിൽ ഉപവാസം നിന്റെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, എങ്കിലും പ്രാർത്ഥനയാൽ ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് യേശു പറഞ്ഞത്. സ്തോത്രം. അപസ്മാരകം പിടിച്ച, ചന്ദ്രരോഗം പിടിച്ച ആ കുട്ടിയെ യേശു സൗഖ്യമാക്കിയിട്ട് യേശു പറയുക, ഉപവാസത്താലും
അമ്മ പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ലെന്ന് അല്ലേലിയ മത്തായിയുടെ വിഷയം 17:21 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ചില ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ, ചില കെട്ടുകൾ പൊട്ടണമെങ്കിൽ, ചില ആഭിചാരത്തിന്റെ മന്ത്രമാർന്ന കെട്ടുകൾ നീങ്ങിപ്പോകണമെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറിപ്പോകണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം വരണമെങ്കിൽ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന സാത്താന്യ തന്ത്രങ്ങൾ മാറിപ്പോകണമെങ്കിൽ, നീ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ദൈവത്തിന് ചേർന്നിരിക്കുമ്പോൾ അല്ലേലിയ നിന്റെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടും, രക്തം ചെയ്യും. പ്രൈസറോ, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് ഉപവാസ സമയത്ത് നിങ്ങളുടെ ശരീരത്തെ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരത്തെ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ശോഭിതമായ എല്ലാ അനുഭവങ്ങളും നമ്മുടെ കർത്താവ് തരും. എന്നാൽ കർത്താവിന്റെ പാദത്തിൽ അധിക സമയം ചെലവാക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് വരും. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ ഹൃദയമാകുന്ന അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ബലം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സാത്താനേക്കാൾ ബലവാന്മാരായി, ഇരുളിനേക്കാൾ ബലവാന്മാരായി, പാപത്തെക്കാൾ ബലവാന്മാരായി, അടിമയേക്കാൾ ബലവാന്മാരായി, ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ യേശുക്രിസ്തു രാജ്യത്തിൽ നിങ്ങൾ പുത്രിമാരായി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാൾ ബലവാന്മാരായി മാറണം നിങ്ങൾ. അതിന് പ്രാർത്ഥന ഉപവാസം ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ നീ അനുഗ്രഹത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 58 അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്ക് വരുമ്പോൾ അതിന്റെ 8, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അവിടെ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രനായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അല്ലേ? നിങ്ങൾ എന്തിനാണ് ഉപവസിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഉപവാസത്തിന്റെ രഹസ്യം? എന്താണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ വെക്കുന്നത്? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ കുറെ നന്മയ്ക്കും ഭൗതിക സുഖങ്ങൾക്കും വേണ്ടി മാത്രമാണ് നീ ഉപവസിക്കുന്നത്. അതിന്റെ ശത്രുവിനുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണോ നീ ഉപവസിക്കുന്നത്? പക്ഷെ വേദപുസ്തകം അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ, നുഖത്തിന്റെ അഴിമിക്കറുകളെ അഴിക്കുവാൻ, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കാൻ വേണ്ടിയിട്ട് വേണം നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ. നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നാം വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായമാണല്ലോ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനത്തിൽ അല്ലെങ്കിൽ നമുക്ക് നൽകി തരുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയത് ഉപ്പിനെ രുചി വരുത്തുക. അങ്ങനെ നമ്മൾ ലേഖനങ്ങൾ ഓരോന്നും മാറി മാറി വായിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം പകരുന്ന, ആശ്വാസം പകരുന്ന, സമാധാനം തരുന്ന അനവധി സന്ദേശങ്ങൾ കാണാൻ കഴിയും. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചതിന്റെ സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അതേ നമ്മതാവേ പിതാവേ, ഇന്നൊരു നിമിഷം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ എന്റെ ധർമ്മയുടെ, എന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ, എന്റെ മാതാപിതാക്കളുടെ, എന്റെ സഹോദരങ്ങളുടെ, ദേശത്തിന്റെ സഭയുടെ ഇരുള് മാറ്റി കർത്താവിയെ വെളിച്ചം വീശണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം നിന്റെ എല്ലാ വ്യാധികളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് എന്റെ കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്ത അന്യവസാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 140 കോടിയിലത്തെയും ജനത്തിനായി, തലമുറകൾക്കായി, ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനത്തിനെ ഇരുളിൽ നിന്ന് വിടുവിക്കാനായി പ്രാർത്ഥനയാണ്. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയിലെ ട്രൈബൽ ഗോത്രവിഭാഗങ്ങളെ ഭരിക്കുന്നവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കരയിലും കടലും ആകാശമാർക്കും വാഹനോടിക്ക് യാത്ര ചെയ്യുന്ന, വാഹന നിർമ്മാണം, ചികിത്സ ചെയ്യുന്നവരെ കർത്താവ് സകലത്തിലും പുതുമയിൽ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്ന, പൊതുമേഖലയിലായിരിക്കുന്ന എല്ലാവരെയും കടലോര
സമുദ്രവാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിൽ ആഴങ്ങൾക്ക് മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, ഖനികളിലും കമ്പനിയും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികൾ, വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കർത്താവ് കൺസ്ട്രക്ഷൻ വെക്കാൻ മോട്ടറിനകത്ത്, യൂണിയനകത്ത്, എല്ലാ ടാക്സി ഓട്ടോ സർവീസും, എല്ലാ ഹെവി വാഹനങ്ങളും ഓടിക്കുന്നവരെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തെ അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി കഷ്ടം സഹിക്കണം, വേദന്റെ വിസ നഷ്ടപ്പെട്ട് നാട്ടിക്കടങ്ങളുടെ വിസ പുതുക്കി കിട്ടാതെ, സാലറി കിട്ടാതെ വിദേശ രാജ്യത്ത് പീഡ അനുഭവിക്കുന്ന സൗര്യസന്മാർ, വിവിധ ക്രിമിനൽ സ്ഥലപ്പെട്ട് മദ്യത്തിനും മയക്കലഹരിയും അടിമപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം വിടിവിക്കണമേ പ്രാർത്ഥിക്കുന്നു. ശൈശൂദ്യം, ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തത്തിലും അനുഭവത്തിലും അശമ യാച ഓർണ ചോളുടെ ജോലി തടവറയിലായിരിക്കുന്നവർ, കുടുംബജീവിതം നഷ്ടമായിട്ട് കുടുംബജീവിതമായി കിടക്കും മദ്യത്തിലും മയക്കലഹരിയും അടിമപ്പെട്ട് കിടക്കുക, തീവ്രവാദികളും ഭീകരവാദ വർഗീയവാദികളും ഉടക്ക് നീക്കിട്ടപ്പെടണമേ. ക്രമസമാധാന നശിപ്പിക്കുന്ന എല്ലാ രാജ്യത്തും ജനം വിടിവിക്കണം. വിചാരം മാത്രമാണ് കൂടുതൽ ശുദ്രശക്തികളെ ജനം വിടിവിക്കപ്പെടുവാൻ, ഇരുളിന്റെ ആധിപത്യം ജനം വിടിവിക്കപ്പെട്ട് ദൈവിക സമാധാനത്തിന്റെ ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം ഇപ്പം ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ എല്ലാ കുടുംബങ്ങളും വിടിവിക്കപ്പെടട്ടെ. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല, കൊടിയിലോട്ട് കൊട്ടാൻ ഇതുവരെ എല്ലാ മത സാമൂഹിക സംസ്കാര സംഘടന ജനതമാധ്യ മീഡിയ എല്ലാ മതമാരി എല്ലാ എല്ലാ ഭരണദേശ പ്രവർത്തികളുടെയും ജീവിതത്തിൽ ഇരുള് മാറ്റി കർത്താവ് സ്നേഹസ്വരൂപനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലെ സമാധാനം അനുഭവിപ്പാൻ ചേർത്ത് ഒരുക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.